നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ലൈഫാണ്. അത് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടും നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്ലയൻസ് നമ്മളെ അവരുടെ ലൈഫിൽ നടക്കുന്ന പല ഇൻസിഡൻസും അതിന് ഒരു സൊല്യൂഷൻ ആഗ്രഹിച്ചാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. കൂടുതൽ കേസസ് ഏത് മോഡലുള്ളതാണ് നമുക്ക് വരുന്നത്? മാരേജിന് ശേഷമുള്ള എൻക്വയറീസാണ് കൂടുതലും വരുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാറ്റർ റിലേഷനാകാം, അതാണ് കൂടുതലും വരുന്നത്. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഹസ്ബൻഡിനാണേലും വൈഫിൻ്റെ ആണേലും. അപ്പോൾ അവർക്ക് അതിന് മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ അത് ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ പറഞ്ഞത് സോൾവ് ചെയ്യാനാവാം. പാരൻസ് നമ്മളെ ടീനേജർ മോണിറ്ററിങ് എന്നുള്ള ഇതിൽ നമ്മളെ വർക്ക് അസൈൻ ചെയ്യാറുണ്ടോ? അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളും ഒരു പരിധി വിട്ട് വളർച്ചയിലേക്ക് പോകുന്ന ഒരു ടീനേജർ പരുവത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുടെ എന്തെന്നുള്ളത് അറിയാനും പറ്റത്തില്ല. അവരുടെ ക്യാരക്ടർ ഫോം ആകുന്ന ഒരു ടൈമാണ്. ഇന്ന് ടേണിംഗ് പോയിന്റിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പറയാനായിട്ട് ഒരു വനിതാ സംരംഭകയാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി, അതിന് നേതൃത്വം നൽകുന്ന ഒരു വനിതാ സംരംഭക സന്ധ്യയാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട് ശീലിച്ച ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി, അത് പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ തൊപ്പി വെച്ചിട്ട് അല്ല സ്യൂട്ട് ഇട്ടിട്ട്, അവിടെയാണ് മാമിനെ പോലെ ഒരു വനിതാ ഒരു നേതൃത്വം നൽകുന്ന ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഈ ഫീൽഡിലേക്ക് ഞാൻ വരുന്നത് തന്നെ നമ്മൾ സിമിലറായിട്ട് ഇതുപോലെയുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു ചെറുപ്പം മുതൽക്ക് നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനെ ഇപ്പോൾ നമ്മൾക്കുണ്ട്, ഇല്ലെന്നല്ല, എല്ലാവരെയും പോലെയും എനിക്കുണ്ട്. പക്ഷേ അത് നമ്മൾക്കതൊരു ഇങ്ങനെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നമ്മളുടെ കാലിബറും അതിലേക്കുള്ള സാധ്യതകളും ഇതെല്ലാം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക് i6 എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. നമ്മളിവിടെ എറണാകുളം നോർത്താണ് ഓഫീസ് വരുന്നത്. മാമിൻ്റെ സ്വദേശി എവിടെയാണ്? ഇപ്പോൾ എറണാകുളം സ്വദേശിയാണ്. കണ്ണമാലിക്കടുത്ത് ചെല്ലാനം എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം, നമ്മുടെ ഓഫീസിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ എറണാകുളം നോർത്താണ്. പഠിച്ചതൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണ്. നമ്മളിത് പഠിച്ചതിന് ശേഷം ഞാൻ ഈ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഫേം 7 വർഷത്തോളമായിട്ട് വിജയകരമായിട്ട് പോകുന്നു. ഏതൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വെല്ലുവിളി അതെങ്ങനെയായിരുന്നു? ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളൊരു സ്ഥാപനം പോലെയല്ല. അത് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒരു വർക്കും ചെറുതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ലൈഫാണ്. അത് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടും നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്ലയൻസ് നമ്മളെ അവരുടെ ലൈഫിൽ നടക്കുന്ന പല ഇൻസിഡൻസും അതിന് ഒരു സൊല്യൂഷൻ ആഗ്രഹിച്ചാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീൽ ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെയാണ്. നമ്മളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ മാക്സിമം നമ്മളത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ മാക് i6 എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ സിവിൽ കേസസ് ഹാൻഡിൽ ചെയ്യുന്നത്. സിവിൽ കേസസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ക്ലയൻസിൻ്റെത് ഉണ്ടാകും, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് ക്ലയൻസിൻ്റെതും ഉണ്ടാകും. 2 കാറ്റഗറിയിലാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ അഡ്വക്കേറ്റ്സിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ്, കോർട്ടിലേക്ക് വേണ്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ അഡ്വക്കേറ്റ്സിൻ്റെ ക്ലയൻറ്റും ഡയറക്റ്റ് അഡ്വക്കേറ്റ്സും നമ്മളെ അപ്രോച്ച് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പോകുന്നു. നമ്മൾ പാരൻസ് നമ്മളെ ടീനേജർ മോണിറ്ററിങ് എന്നുള്ള ഇതിൽ നമ്മളെ വർക്ക് അസൈൻ ചെയ്യാറുണ്ടോ? അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളും ഒരു പരിധി വിട്ട് വളർച്ചയിലേക്ക് പോകുന്ന ഒരു ടീനേജർ പരുവത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുടെ എന്തെന്നുള്ളത് അറിയാനും പറ്റത്തില്ല. അവരുടെ ക്യാരക്ടർ ഫോം ആകുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവരിൽ കാണുന്ന പല ചേഞ്ചസ്, നമ്മളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ മാറ്റങ്ങൾ കാണുമ്പോഴേക്ക് പല പാരൻസും
ഒത്തിരി നെർവസായിട്ട് തന്നെ നമ്മളെ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അവർക്ക് എന്തെന്ന് അറിയില്ല. അതുവരെയും നമ്മളുടെ ചിറകിനടിയിൽ നമ്മൾ കൊണ്ടു നടന്ന കുഞ്ഞുങ്ങളെ ഒരു നിമിഷം ഈ ലോകത്തിലേക്ക് പറന്നു വരുമ്പോഴത്തേക്ക് അത് എന്താകുമെന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് എപ്പോഴും ഉണ്ട്. ഇനി വല്ല മോശം കൂട്ടുകെട്ടിലേക്കാണോ, അല്ലെ പലരും പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, വീട്ടിൽ ലേറ്റായിട്ട് വരുന്നു, ഒത്തിരി ദേഷ്യം, എന്തെന്നറിയില്ല. അങ്ങനെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയത്തില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാലും അവർക്കറിയില്ല കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്നു, എന്താ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കത് എന്താ, അവർക്ക് കുഞ്ഞുങ്ങൾ അവരുടേതാണെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഹെൽപ്ലെസ്സായി നിൽക്കുക. അപ്പോൾ അവർ നമ്മളെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ലാത്ത ഒരു കാര്യം അവരൊരു നമ്മളൊരു അയ്യായിട്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ നമ്മളിലൂടെ കാണാനാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെ പല പാരൻസും വരാറുണ്ട്. അത് ചിലത് നമുക്ക് മോശം കൂട്ടുകെട്ട് കാര്യങ്ങളിലൊക്കെ കാണാറുണ്ട്. ചിലത് ചിലപ്പോൾ അവരുടെ ഒരു പേടിയാവാം, പാരൻസ് അല്ലേ, അവരുടെ ഒരു പേടിയാവാം. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ മാരേജ് സംബന്ധപരമായിട്ടുള്ള ഒത്തിരി കേസസ് വരാറുണ്ടെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജിന് മുന്നേ ഉള്ള എൻക്വയറീസ്, പ്രീ മാട്രിമോണിയലും ഉണ്ട്, പോസ്റ്റും ഉണ്ട്. അതിൽ മാരേജിന് ശേഷമുള്ള എൻക്വയറീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡിവോഴ്സ് കേസ് പോലെയുള്ള കേസസ് ആയിരിക്കും. ചിലത് അവർക്കറിയാൻ പറ്റും നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ. അവരുടെ ഒരു 99% അവരുടെ ഡൗട്ടല്ല, അത് ക്ലിയർ ആയിരിക്കും. പക്ഷെ അവർ ഹെൽപ്ലെസ് ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരുവിധ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അതുപോലെ അവർ പലതരത്തിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം അവരതൊരു തെളിവോ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഫാമിലിയിൽ പോലും അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടിലായിരിക്കും നമ്മളെ ഇതാക്കുന്നത്. പക്ഷെ അവർക്ക് അറിയാൻ പറ്റും ഹസ്ബൻഡ് ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറിനെ വരുന്ന ചേഞ്ചസ് മനസ്സിലാവുന്നെന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ ചേഞ്ചസ് ആണെങ്കിലും നമ്മൾക്ക് നമ്മളുടെ പാർട്ട്ണറിൽ വരുന്നത് അത് എഡ്യൂക്കേറ്റഡ് എന്ന് പറയണ്ട, അതെങ്ങനെയാണേലും ഏത് ഇതിൽ ലെവലിലുള്ളവർക്കാണേലും നമ്മളുടെ പാർട്ട്ണറിന് വരുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാവും. പക്ഷേ അവർക്കതിനെ ഒരു സോളിഡ് എവിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അത് ക്ലയൻറ്റ്സ് പറയുമ്പോഴോ അതാണ് നമ്മൾ കോൾസ് 24 hours വെച്ചിരിക്കുന്നത്. നമ്മൾക്കൊരു 50% ക്ലയൻറ്റിനെ കോൾസ് വരുന്നത് എബ്രോഡിൽ നിന്നാണ്. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര ഏർലി മോർണിംഗിലാണെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ കോള് ജെനുവിൻ ക്ലയൻറ്റിൻ്റെ ആണെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യും. അവർക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ കേൾക്കും. എത്ര ഏർലി മോർണിംഗിലാണെങ്കിലും നമ്മൾ കേൾക്കും. കാരണം നമ്മളങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോൾ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. എന്താ അവരുടെ പ്രശ്നങ്ങൾ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്കതൊരു സൊല്യൂഷൻ നമ്മൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. മറ്റൊന്ന്, അവർക്ക് ഓപ്പണായിട്ട് ആരോടും പറയാൻ പറ്റാതെ, അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഫാമിലി എന്തോർക്കും, പാരൻസിനത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ സിബ്ലിങ്സിനോട് പറയാൻ പറ്റാനും, ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരെങ്ങനെ പിന്നീടുള്ള മുന്നോട്ടുള്ള ലൈഫ് ഇവരെ എങ്ങനെ നോക്കിക്കാണും, അങ്ങനെ പല പല ബുദ്ധിമുട്ടിലായിരിക്കും. പക്ഷേ ഒരു ഏജൻസിലെന്ന് പറയുമ്പോൾ, ഒരു പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയുമ്പോൾ അവർ അത് ഓപ്പണായിട്ട് പറയാൻ അവർക്ക് പറ്റും. നമ്മൾ ഓപ്പണായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കും. പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. അത് ജെനുവിൻ ക്ലയൻ്റ് ആണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവും. അവരുടെ ആ ഒരു ബ്രീത്തിങ്ങിൽ പോലും നമ്മൾക്കത് ജെനുവിൻ എന്നുള്ളത് ബോധ്യപ്പെടും. കൂടുതൽ കേസസ് ഏത് മോഡലുള്ളതാണ് നമുക്ക് വരുന്നത്? മാരേജിന് ശേഷമുള്ള എൻക്വയറീസ് കൂടുതലും വരുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷനാകും, അതാണ് കൂടുതലും വരുന്നത്. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഹസ്ബൻഡിൻ്റെ ആണേലും വൈഫിൻ്റെ ആണേലും. അപ്പോൾ അവർക്ക് അതിന് മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ അത് ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ പറഞ്ഞത് സോൾവ് ചെയ്യാനാവാം. അതിൻ്റെ ഒരു തെളിവാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡിവോഴ്സിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കത് സോൾവ് ചെയ്യണമെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ സൈഡാണ് നമ്മളുടെ ഹെൽപ്പ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ടേണിംഗ് പോയിന്റ് കൂടുതലും ഓൺടർപ്രണേഴ്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറീസാണ് നമ്മളിതിൽ വരുന്നത്. അപ്പോൾ ഈ ഓൺടർപ്രണേഴ്സ് കൂടുതലായിട്ട് നേരിടുന്ന ഒരു പ്രതിസന്ധി നല്ല ജീവനക്കാരെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ജീവനക്കാരെ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം നോക്കുന്ന അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾക്ക് അറിയാം ഏതൊരു സ്ഥാപനത്തിൻ്റെയും അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. ആ സ്റ്റാഫ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റെപ്പും നമ്മൾക്ക് മുന്നോട്ട് കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. ആ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാക് i6 ഇതുവരെ 7 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ഒത്തിരി കേസസ് ഉണ്ടാകാം.
അപ്പോൾ അതിൽ തന്നെ നമുക്ക് മറക്കാനാവാത്ത ഒട്ടനവധി മുഹൂർത്തങ്ങളുണ്ടാവും. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു 3-4 കേസിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പങ്കുവെക്കാവോ? നമ്മൾ ഇതുവരെയുള്ള ഇതിൽ ഒത്തിരി പേരുടെ ലൈഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ലൈഫുകൾ നമ്മൾ ഒത്തിരി പേർക്ക് സൊല്യൂഷൻസും ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ കേസിലും നമ്മളിടുന്ന ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് സക്സസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് മാത്രമല്ല നമ്മൾക്കും നമ്മളുടെ കരിയറിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് മുന്നോട്ട് നമ്മളെ നയിക്കുന്നതും അങ്ങനെയുള്ള ഓരോരോ കേസസും നമ്മൾ വിൻ ചെയ്യുന്ന കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾക്കും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം. മാരേജിന് ശേഷമുള്ള എൻക്വയറിയിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ വൈഫാണ് നമ്മളുടെ ക്ലയൻറ്റ് വരുന്നത്. അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. കാരണം ക്യാരക്ടറിൽ കുറേ ചേഞ്ചസ് ഇങ്ങനെ പോകെ വന്നുകൊണ്ടിരിക്കണം, കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തെന്നുള്ളത് വെച്ചിട്ട് കുട്ടികളുണ്ടോ. അപ്പോൾ ഈ ലൈഫ് പുള്ളി തുടരുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫാമിലി ലൈഫിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഡിവോഴ്സിലേക്ക് പോകാനായിട്ടാണ്, എവിഡൻസ് ഇല്ല. അപ്പോൾ ആ എവിഡൻസ് എങ്ങനെയാണ് അവർക്കൊന്ന് അത് കൺഫേം ചെയ്ത് ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ഇതുപോലെ ഒരു ജ്വല്ലറി ആയിരുന്നു ഹസ്ബൻഡിന് വരുന്നത്. ഒരു റെപ്യൂട്ടഡ് ഫാമിലിയാണ്, നാട്ടിൽ അറിയപ്പെടുന്നൊരു ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ പേരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. കാരണം ക്ലയൻറ്റിൻ്റെ പ്രൈവസി നമ്മളത് മാനിക്കേണ്ട ഒരു കാര്യം തന്നെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈഫ് ഹാൻഡിൽ ചെയ്യുന്ന അപ്പോൾ ഈ ക്ലയൻറ്റ്സ് ഇതുപോലെ നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പുള്ളിയുടെ വർക്കിംഗ് പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ നമ്മളും ആദ്യം നോക്കുമ്പോഴത്തേക്ക് സ്റ്റാഫൊന്നും കുഴപ്പമില്ല. നമ്മളവിടെ സ്പോട്ടിൽ വിസിറ്റ് ചെയ്യുന്ന ടൈമിലാണ് സ്റ്റാഫൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ലതുപോലെ പോകുന്നൊരു സ്ഥാപനമാണ്. ഒരു കുഴപ്പമൊന്നും പ്രത്യക്ഷത്തിൽ നമ്മളും കണ്ടില്ല. പോകെയുള്ള നമ്മളുടെ എൻക്വയറിയിൽ ഒരു സ്റ്റാഫ് മാത്രം ലേറ്റായിട്ട് ഇറങ്ങുന്നത് കണ്ടു. ലേറ്റായിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾക്കവിടെ ഡൗട്ട്ഫുള്ളായിട്ട് തോന്നാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾക്ക് ഡൗട്ട് ചെയ്യാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടി വളരെ യങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ മോളുടെയൊക്കെ ആ ഒരു ഏജ് വരുന്ന ഒരു കുട്ടിയാണ്. നമ്മൾക്കും അതിൽ പുള്ളിയുടെ ആണെങ്കിലും ഏജും ഈ കുട്ടിയുടെ ആണെങ്കിലും നമ്മൾക്ക് വലിയ ഡൗട്ടൊന്നും തോന്നില്ല. എന്നാലും നമ്മളതങ്ങനെ മൈൻഡിൽ ഇട്ടിരുന്നു, ഈ കുട്ടി മാത്രം എന്താ ലേറ്റായിട്ട് ഇറങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഒരു ദിവസം നമ്മൾ കണ്ട് ഈ കുട്ടി ഇങ്ങനെ ലേറ്റായിട്ട് മറ്റുള്ള സ്റ്റാഫ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ബാറ്ററി ഇൻവെർട്ടർ ഇങ്ങനെ വലിച്ചു വെക്കുന്നത് അത് കണ്ടു. അപ്പോൾ ഡോറ് ക്ലോസ്ഡാണ്, ഷട്ടർ ഇട്ടിട്ടുണ്ടോ, നമുക്ക് കുറച്ച് അതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് ഇങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾക്ക് അതങ്ങനെ ഒരു ഡൗട്ട് വന്നു. അങ്ങനെ പിന്നെ നമ്മളത് നോക്കി പല ദിവസങ്ങളിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളത് ക്ലയൻറ്റിനോടൊന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ക്ലയൻറ്റുമായിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്കും ഈ ഏജായിരുന്നു നമ്മൾക്കൊരു ഇതിങ്ങനെ ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരിതിലേക്കാണ് ഏജ് ഡിഫറൻസ്. അപ്പോൾ നമ്മളത് പുള്ളിക്കാരിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച് ഇനിയിപ്പോൾ ഇവരൊരു നമ്പർ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നല്ലതുപോലെ പോകുന്ന മാസങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരിയും ഹസ്ബൻഡും കൂടി ഇങ്ങനെ TV കണ്ടവരിങ്ങനെ ലിവിങ് റൂമിൽ ഇരിക്കുന്ന ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് കോള് വരുന്നത് കണ്ട്. കോള് വന്നപ്പോഴേക്ക് ഇത് മുന്നേ നടന്നൊരു കാര്യമാണ് അവരുടെ ലൈഫിൽ തന്നെ. കോള് വരുന്നത് കണ്ട് ആ കോള് ആരാന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്തോ ആ ഒരു ടൈം ഓവർകം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ശല്യമുണ്ടോ, ഒരു കോള് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ നമുക്ക് സൈബർ പോലീസിൽ ഇതാവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പിടിച്ചെടുത്താലേ പുള്ളിക്കാരി പിറ്റേ ദിവസം അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു അഡ്രസ്സ് കിട്ടി, ആരെന്നുള്ളൊരു പേര് കിട്ടി, അതിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടിയപ്പോൾ അതൊരു മെയിലാണ്. അപ്പോൾ അതങ്ങനെ വിട്ടു. പുള്ളി ജസ്റ്റ് എസ്കേപ്പ് ആവാനായിട്ട് പറഞ്ഞതായിരുന്നു പുള്ളിക്കാരി. പക്ഷേ അത് ആ ഡീറ്റെയിൽസ് അങ്ങ് സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പറഞ്ഞു ഇന്ന പോലെ ഒരു നമ്പർ തന്നു, ആ നമ്പർ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അതും ഇതും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മളവിടെ ഈ സ്ഥാപനത്തിൽ കാണുകയും ചെയ്ത് അതങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പുള്ളിക്കാർ അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന പോലെ ഒരു ഇൻസിഡൻറ്റ് പണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്നു. അത് വെച്ച് നമ്മൾ ഡീറ്റെയിൽസ് നോക്കുമ്പോഴേക്കാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു
ഒരു മെയിലാണ്. അപ്പോൾ അത് നമ്മൾ ആ അഡ്രസ്സിൽ പോയി, ക്ലയൻറ്റ് തന്ന അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു അഡ്രസ്സില്ല. അഡ്രസ്സ് ഇല്ലയെന്ന് മാത്രമല്ല, അത് കോളനി, റെയിൽവേ കോളനി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള എല്ലാവരും ഷിഫ്റ്റായി. അപ്പോൾ ഷിഫ്റ്റായപ്പോഴേക്ക് അവിടെയും ആരും ഈ അഡ്രസ്സിലുള്ളവരെ അറിയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ആളുകളെ, അവിടെ മുന്നേ താമസിച്ചിരുന്നവരെ നമ്മൾ കണ്ടുപിടിച്ച് അവരോട് ഈ പേരുകൾ അന്വേഷിച്ച്, അപ്പോൾ അവർ ഇന്ന ഭാഗത്ത് താമസിക്കുന്നുണ്ടെന്നും ഈ പറയുന്ന അഡ്രസ്സിൽ പറയുന്ന പേഴ്സൺ ഇന്ന സ്ഥലത്ത് വർക്ക്, അങ്ങനെ നമ്മൾ അവിടെ പോയി പുള്ളിയെ കണ്ട്. അപ്പോഴും ഈ നമ്പർ പുള്ളിയുടെ അല്ല. അതിനിടയിൽ നമ്മൾ പുള്ളിയെ കണ്ടപ്പോഴേക്ക് നമ്പറിൽ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ല എടുക്കുന്ന, ഒരു ഫീമെയിലാണ്. അതൊക്കെ കൊണ്ടിട്ട് പിന്നെ നമ്മൾ ആ ക്ലയൻറ്റിനോട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അങ്ങനെ വന്ന് ആ പുള്ളിയല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി. പുള്ളിയുടെ അഡ്രസ്സിൽ അന്വേഷിച്ചു. പിന്നെ നമ്മൾ പുള്ളിയോട് കുറച്ച് ക്ലോസായി, കുറച്ച് കണക്ഷൻസ് വെച്ച് ഈ അഡ്രസ്സിലുള്ള പുള്ളിയോട് നമ്മൾ ക്ലോസായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മാരീഡ് ആണെന്ന് ചോദിക്കുമ്പോൾ അല്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. കണക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഫാമിലി ഡീറ്റെയിൽസൊക്കെ നമ്മളോട് ഇങ്ങനെ ഫ്രണ്ട്ലി ടോക്കിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ട്, ഇന്നതാണെന്നൊക്കെയുള്ള ഒരു ഇത് വന്നു. അപ്പോൾ നമുക്ക് ഈ കുട്ടിയാണോ എന്നുള്ളൊരു ഡൗട്ട് അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ വിളിച്ച് നോക്കേണ്ടേക്ക് നമ്മൾ ഈ നമ്പറിൽ, വേറെ നമ്പറിലാണ് വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് അത് നമ്മൾക്ക് അവിടെ ഒരു ഇവൻറ്റ് നടന്നതിൻ്റെയാണ്. അത് ഈ ഭാഗമാണെന്നുള്ളത് നമ്മൾക്ക് ക്ലിയറാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ജ്വല്ലറിയുമായിട്ട് പിന്നെയും കണക്റ്റ് ആകുക. അങ്ങനെ അതിനുശേഷം നമ്മളവിടെ ഈ കുട്ടിയുടെ അവിടെ നിന്ന് കോൾ ചെയ്ത് പിന്നീട് നോക്കിയപ്പോൾ ഈ കുട്ടി കോൾ അറ്റൻഡ് ചെയ്യുന്നത് കണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ആ കണക്ഷൻ വരുന്നത് നമ്മൾക്ക് പ്രൂവായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലയൻറ്റിനോട് പറയുക, ഇന്ന പോലെ ഈ പയ്യൻ ഈ കുട്ടിയുടെ ഹസ്ബൻഡാണ്, പുള്ളിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതും സിം എടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച്. പിന്നെ ഇവർ റെപ്യൂട്ടഡ് ഫാമിലി ആയിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ ഈ പെൺകുട്ടിയോട് പുള്ളിക്ക് അഫെയറുള്ള സമയത്ത് പോലും പുള്ളിയും അറിയുന്നില്ല ഈ കുട്ടി ഓൾറെഡി മാരീഡ് ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. മാത്രമല്ല നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കുമ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലും അറിയില്ല കുട്ടി മാരീഡ് ആണെന്നുള്ള കാര്യം. അങ്ങനെ അവർക്ക് അവരുടെ ഫാമിലി ഇതാകും. പിന്നെ ഇവർ ലീഗലി മൂവ് ചെയ്യുകയും പുള്ളിയും ഈ പറഞ്ഞതുപോലെ ആ ഇൻസിഡൻറ്റിൽ പുള്ളിയും അറിയുന്നത് പുള്ളിയും ചീറ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ളത്. പുള്ളിക്ക് അപ്പോൾ രണ്ട് സൈഡിലും ലൈഫ് പോവുകയും ചെയ്തു. ഈ കുട്ടിയുമായിട്ടും ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ല, ഫാമിലിയുമായിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവരത് ഡിവോഴ്സിലേക്ക് പോകുകയും അങ്ങനെയൊക്കെയുള്ള അത് ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു ഭാഗം സേവ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. മറ്റൊരു സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് എടുക്കുന്നത്, സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു അസറ്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞതുപോലെ നമുക്കങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു എൻക്വയറി ഞാൻ പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ക്ലയൻറ്റ് അവർക്കൊരു സ്ഥാപനത്തിലെ സ്റ്റാഫ് ഹയർ ചെയ്തിരിക്കുന്ന ഒരു ഹയർ പോസ്റ്റിലുള്ള ഒരു സ്റ്റാഫാണ്. അപ്പോൾ ആ സ്റ്റാഫിന് അവർക്ക് ചെറിയ ഡൗട്ട് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയത്തക്ക റീസണൊന്നുമില്ല. ആൾ ജോലിയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഇവർ അക്കോമഡേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള മറ്റുള്ള സ്റ്റാഫിനെ പുള്ളി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പറയത്തക്ക പ്രശ്നക്കാരനല്ല. ഇവർക്ക് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ ഡീറ്റെയിൽസും കാണുന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ ഭയങ്കര എഫിഷ്യൻ്റാണ് പുള്ളി, എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകുന്നു. പക്ഷേ കൂടെയുള്ള കൊളീഗ്സിനൊക്കെ പുള്ളിയെ പറ്റി കംപ്ലൈൻറ്റും പറയുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കറിയത്തില്ല. അപ്പോൾ എന്നാൽ നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് എൻക്വയറിക്ക് തന്നത്. അപ്പോൾ പുള്ളി മതപരമായിട്ട് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു നോട്ടം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്കൊരു പേടി, അങ്ങനെയാണ് തന്നത്. അപ്പോൾ നമ്മൾ തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ ഡോക്യുമെൻറ്റ്സ്, പ്രസൻറ്റ് അഡ്രസ്സ് എല്ലാം ഈ റെക്കോർഡിക്കൽ അഡ്രസ്സായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് ക്ലയൻറ്റ് തന്ന ആ ഒരു അഡ്രസ്സിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവർ കുറച്ചായിട്ടുള്ളൂ, ആർക്കും ഡീപ്പായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്തൊക്കെയോ എന്നാൽ ഒന്നുമില്ലാതെ ഒരു ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യാറുമില്ല. ക്ലയൻറ്റ് പറയുന്നതിൽ എന്തോ ഒരു പോയിൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഒന്നും നമുക്ക് വിസിബിൾ ആവുന്ന തരത്തിലൊന്നും കാണുന്നുമില്ല. അപ്പോൾ നമ്മളവിടെ നാട്ടിൽ ഈ അഡ്രസ്സിൽ അന്വേഷിക്കുന്ന ടൈമിൽ ഒരു കാര്യം പറഞ്ഞു, ഇവരിവിടെ കുറച്ചായിട്ടുള്ളൂ, ഡീപ്പായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്കൊരു ഹിൻഡ് കിട്ടി ഇവരെവിടെയോ വന്ന് താമസിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഓഫീസിൽ ചെക്കിംഗ് പാർട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പോട്ടിൽ മാത്രമല്ല ചെയ്യുന്നത്, സ്പോട്ടിൽ ഒരു പാർട്ടാണ് അത്
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ പലതും കാണുന്നത് അവിടെ നിന്ന്. പക്ഷേ നമ്മൾക്കൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടോ അല്ല ഡീപ്പായിട്ട് ആ കേസിലേക്ക് പോകണമെങ്കിൽ, അതായത് സ്പോട്ടിൽ നിന്ന് കിട്ടാത്തൊരു വലിയ ഒരു പാർട്ട് കിട്ടുന്നത് നമ്മൾക്ക് ഓഫീസിൽ നമ്മൾക്ക് ചെക്കിംഗ് പാർട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഒരു ടീമുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫ് ഡീപ്പായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഡേയ്സ് എടുത്ത് നമ്മളത് ഡീപ്പായിട്ട് ചെക്ക് ചെയ്ത്, കാരണം ക്ലയൻറ്റ് നമ്മളുടെ ഒരു റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് നമ്മളത് ഡീപ്പായിട്ട് തന്നെ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ സർവീസ് ഏറ്റെടുത്തതായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു ഒരു ചെറിയൊരു ഹിൻറ്റ് കിട്ടി. ഈ പയ്യൻ്റെ പേരിലൊരു ചെറിയ കേസ് ഉള്ളത് കിട്ടി. അതിൽ ഈ അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സായിട്ടൊരിത് കിട്ടി. നമ്മൾ ആ അഡ്രസ്സിലേക്ക് എൻക്വയറി പോകുമ്പോഴേക്കും ഈ പയ്യൻ കുറേ വർഷങ്ങളായിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, കുറേ വർഷങ്ങളായിട്ട് പുള്ളി അവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഫോട്ടോയിൽ നിന്നും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഈ ന്യൂസിൽ കാണുന്ന ഫോട്ടോസ്. അപ്പോഴും നമ്മൾ ആളത് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കണയാ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ത്രെഡ് കിട്ടി. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ബ്രദറിനെ ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു. രാത്രിയിലായിരുന്നു ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു. അതിനെ ആ ബ്രദറിനെ കൊന്നുകളഞ്ഞതാണ്. അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. രണ്ടാമത്തെ ഒരു ബ്രദറിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഒരു കേസിലാണ്. അപ്പോൾ ആ ഒരു ബ്രദറിൻ്റെ ഒരു മരണം അത് ഈ പുള്ളിയുടെ മൈൻഡിൽ അങ്ങനെ ഷോക്കായിട്ട് കിടക്കുക. അങ്ങനെ അവർ ആ നാട് വിട്ടുപോകുന്നത്. അതാണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ കേസിൻ്റെ നമ്മൾക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട്. മാഡം ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു പാർട്ടാണ് നമ്മളുടെ ടീം മെമ്പേഴ്സ്, അവരുടെ ചെക്കിംഗ് പാർട്ട്. അതിൽ നമ്മൾക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് പുള്ളിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് കിട്ടി. അപ്പോൾ ഇതായിരുന്നു ആ സ്റ്റാഫിൻ്റെ പ്രശ്നം. ആ സ്റ്റാഫ് അവിടെ പുള്ളിക്ക് ഒന്ന് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാർട്ടും ക്ലിയറായി പുള്ളിക്കറിയില്ലാത്ത ഒരു ഫേസ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റി. അപ്പോൾ നമ്മൾ പറയുന്നത് ഏതൊരു സ്ഥാപനത്തിനും ഒരു ടീം അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു യൂണിയൻ പോലെ ഒരാളായി രണ്ടാളായി ആ സ്ഥാപനം നശിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി ക്ലയൻറ്റ്സ് നമ്മൾക്കുണ്ട്, കോർപ്പറേറ്റീവ് ക്ലയൻസിൻ്റെ ആണെങ്കിലും സ്റ്റാഫിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അത് ക്ലയൻറ്റ് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളത് ഡീപ്പായിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാഫായിരുന്നു അത്. പുള്ളിക്ക് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയി പുള്ളിക്ക്. ഈ ഒരു മർഡർ ഇപ്പോൾ ശരിക്കും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതായിരുന്നോ? പുള്ളി ജയിലിലൊക്കെ കിടന്നത്. പക്ഷെ അതൊന്നും അവരവിടെ നിന്ന് പോകുന്നപ്പോഴത്തേക്ക് പല കാര്യം ക്വാളിഫൈഡ് ആയിരുന്നു, അതെല്ലാം മറച്ചു വെച്ചിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് നമ്മളുടെ ഒരു ക്ലയൻറ്റ് നമ്മൾ പിന്നെയും ഈ പറഞ്ഞതുപോലെ പുള്ളി സജസ്റ്റ് ചെയ്തും നമ്മൾക്ക് ഒത്തിരി വർക്കുകളായിട്ട് തന്നെ വരാറുണ്ട്. കാരണം ക്ലയൻറ്റ് ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈഡ് ആയി. പുള്ളി ഒരിക്കലും ഓർത്ത് ഇൻ്റർവ്യൂ ടൈമിൽ പോലും കണ്ട ഒരു ഫേസ് ആയിരുന്നില്ല നമ്മൾക്ക് കാണിച്ചു കൊടുക്കുക. അത് വിത്ത് പ്രൂഫോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്, ചുമ്മാ അതല്ല. നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ശരിക്കും ഒരു ട്രേഡ് സീക്രട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ശരിക്കും ഇതിൻ്റെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്? മെത്തേഡ്സ് ആണോ? അതെ, മെത്തേഡ് ഈ പറഞ്ഞ പോലെ നമ്മളിടുന്നൊരു എഫേർട്ടുണ്ട്. ഞാൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിലിടുന്ന ടെക്നിക്കൽ സൈഡിനേക്കാളും കൂടുതൽ. കാരണം കേരളത്തിലെ ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഒത്തിരി ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾക്കൊരു വർക്ക് സക്സസ് ആക്കണമെങ്കിലും അതിന് ടെക്നിക്കൽ സൈഡ് യൂസ് ചെയ്യാനായിട്ട് കുറേ ലിമിറ്റ്സ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോലെയൊന്നും ഇവിടെ കേരളത്തിൽ പോസിബിൾ അല്ല. ഇന്ത്യയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പോലും കേരളത്തിൽ അത്രയും പോസിബിൾ അല്ല. അങ്ങനെ നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതും കൂടി ഒരു ഫീൽഡാണ്. കാരണം ക്ലയൻറ്റിന് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാം വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു കാലം അല്ലേ. എന്തുണ്ടെങ്കിലും എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അങ്ങനെ ഒരു റിസൾട്ട് എത്തിക്കുക. ആ റിസൾട്ട് എത്താതെ നിൽക്കുന്നിടത്തേക്കായിരിക്കും നമ്മൾക്ക് വരുന്നത്. അവരെത്ര സ്റ്റെപ്പ് കയറിയെന്ന് നമ്മൾ ആദ്യം മുതൽക്ക് കയറിയിട്ട് കാര്യമില്ല. അവർ നിന്നെടുത്തുനിന്ന് വേണം നമ്മൾ മുന്നോട്ട് കയറാനായിട്ട്. അവർക്ക് കിട്ടാത്ത ഡീറ്റെയിൽസ് വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ശക്തമായിട്ടുള്ളൊരു ടീമാണ് നമ്മൾക്കതിൽ വരുന്നത്. ബാക്കി നമ്മൾ സ്പോട്ടിലിടുന്ന എഫേർട്ടാണ്. ഇപ്പോൾ ഇക്കാലത്തിനിടയിൽ ഒത്തിരി കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള കേസുകൾ വരും. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾക്ക് വരുന്നത് ഫാമിലി മാറ്റേഴ്സാണ്. പക്ഷെ അത് ഒരു പരിധിവരെ ഈ ക്രിമിനൽസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന മെജോറിറ്റി കേസസും ചെന്ന് നിൽക്കുന്നത് ഒരു ഫാമിലി തന്നെയാണ്. അല്ലാതെ ക്രിമിനൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മാത്രമൊന്നുമല്ല. അവർ ടാർഗറ്റ് ചെയ്ത് ചെന്നെത്തുന്നത് എപ്പോഴും
ഒരു ഫാമിലിയിൽ തന്നെ ആയിരിക്കും. നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഏത് കേസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണല്ലോ. ചെന്ന് അതിൻ്റെ ഒരു എൻഡ് അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അതൊരു ഫാമിലി തന്നെയാണ്. അപ്പം നമ്മളും സിവിൽ കേസസ് ആണെങ്കിലും ചില കേസസ് അങ്ങനെ ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴേക്ക് ഈ പറയുന്ന പോലെ ചില ക്രിമിനൽസിൻ്റെ കേസസ് നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കുറേ ത്രെറ്റനിങ് കോൾസ് ആയിട്ടും നമുക്കത് ഓഫീസ് കത്തിച്ച് കളയും, കുന്നുകളയും, അല്ലെങ്കിൽ നമ്മൾക്ക് ഫാമിലി മെമ്പേഴ്സിനെ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ വരെയും അതായിട്ട് പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും പേടിക്കുന്നില്ല. കാരണം നമ്മളതൊരു ജോലിയായിട്ട് കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മളതൊരു ആ സർവീസ് ചെയ്യുമ്പോഴും നമ്മളതിൽ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് കാണുന്നുള്ളൂ. പല പോലീസ് ഓഫീസേഴ്സും ഫേസ് ചെയ്യുന്ന പോലെ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. ഫേസ് ചെയ്ത് തന്നെ പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ലേഡി ആകുമ്പോഴേക്ക് അങ്ങനെയും ഉണ്ട്. ലേഡി ആകുമ്പോഴത്തേക്കല്ലേ, ലേഡീസ് എന്ന് പറഞ്ഞാൽ ആരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലേ. 10 ഫീൽഡിലെ ലേഡീസിനെ എടുത്ത് നോക്കിയാലും 10 പേരും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളൊരു പൊസിഷനിൽ എത്തുന്നത് വരെയും ലേഡീസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പലരും അത് സമ്മതിക്കത്തില്ല. അവർക്ക് മനസ്സാലെ അത് അങ്ങനെയാണ്. നിയമം എത്ര ഇതെന്ന് പറഞ്ഞാലും അതൊന്നും ലേഡീസിന് പല കാര്യങ്ങളും അപ്പം അങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ. മാം നേരത്തെ പറഞ്ഞല്ലോ ത്രെട്ടണിങ്ങിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഒത്തിരി സ്റ്റാഫുകൾ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന, പക്ഷേ ഇവർ ഈ പറഞ്ഞുള്ള സെക്യൂർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി മാക്സിമം അവരവരുടെ ഭാഗം സേഫായിട്ട് വെക്കുക. അപ്പം അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളത് സ്പോട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾക്കറിയാം ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എറണാകുളം ആണെങ്കിൽ പോലും നമ്മൾ എറണാകുളത്ത് തന്നെ ഓരോ ഏരിയയിലും അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ മാറുമ്പോൾ ലൈഫ് സ്റ്റൈൽ മാറും. അവിടുത്തെ മെത്തേഡ് കാര്യങ്ങൾ മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒബ്സർവേഷനാണ്. അവിടെ നമ്മളുടെ കണ്ണും ചെവിയും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മൾ വേറെ ഒരു ഇതല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യും എങ്ങനെയാണ് ആ സറൗണ്ട്സ്, എങ്ങനെ നമ്മൾക്ക് എന്ത് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിറ്റക്റ്റീവ് ഏജൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ആയിട്ട് നമ്മൾ എപ്പോഴും നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് സ്പോട്ടിലെത്തിയാൽ നമ്മളാരും നോട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സ് പോലും ആയിരിക്കത്തില്ല. നമ്മളെപ്പോഴും സാധാരണയായിട്ട് പോകാറുള്ളൂ. ആരും കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറായിട്ട് തോന്നാനായിട്ട് നമ്മളൊരു സ്പോട്ടിൽ ചെല്ലുമ്പോൾ സ്ട്രേഞ്ചർ തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷെ അത് കാഴ്ചയ്ക്ക് നമ്മൾ ഇവർ ഇവിടെയുള്ളതല്ലോ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പരിചയമില്ലാത്ത പല ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലാങ് വെച്ച് പോലും മനസ്സിലാവും. പക്ഷേ നമ്മൾ ലുക്കിലെപ്പോഴും അത് കീപ്പ് ചെയ്ത് പോകാറുണ്ട്. കാരണം നമ്മൾക്ക് അവിടെ നിന്ന് ആ സിറ്റുവേഷൻ എങ്ങനെയാണോ അവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തല്ല, എല്ലാ സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്ത് ഐഡിയയിൽ അതവിടെ സ്യൂട്ടാവുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ആരുടെയും പ്രൈവസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാറില്ല. മാക്സിമം നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതെയും നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ തരുന്ന ഇൻഫർമേഷൻസ് അതിന് റിസൾട്ടാക്കി ക്ലയൻറ്റിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയും സേഫായിട്ട് എത്തിക്കാൻ നമ്മളുടെ ടീം മെമ്പേഴ്സ് മാക്സിമം അത് ശ്രമിക്കാറുണ്ട്. അതുണ്ട്. അത് തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു ലെവല് പോകാനായിട്ട് സാധിക്കുന്നതും ഒരു പരിധി വരെയും ക്ലയൻറ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതും പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. ഇപ്പോൾ എനിക്കൊരു കേസിനായിട്ട് ഞാൻ ഇപ്പോൾ മാക് I6 വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യം ഞാൻ പറയുന്നു. അപ്പോൾ പിന്നീടുള്ള പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് തന്നെ ക്ലയൻറ്റിന് എന്താ ഇഷ്യൂ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ ക്ലയൻറ്റ് ചിന്തിക്കുന്ന രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്കതെങ്ങനെ സോൾവ് ചെയ്യാമെന്നൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾക്ക് ഇപ്പോൾ സാറിന് അല്ല മാഡം ക്ലയൻറ്റ്, അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ആവശ്യം എന്തെന്നുള്ളത് നമ്മൾക്ക് ഇന്ന പോലെ സോൾവ് ചെയ്ത് ഇന്ന റിസൾട്ടാക്കിയാൽ മതിയോ എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയതിന് ശേഷം ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ യൂസ്ഫുള്ളാക്കി മാറ്റും. കാരണം നമ്മൾക്കൊരു മെത്തേഡുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അല്ലോ. അപ്പോൾ ഇന്ന പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ആണോ, ഇന്ന എവിഡൻസ് ആണോ, അല്ലെങ്കിൽ ഇന്ന ഇൻഫർമേഷൻസ് ആണോ വേണ്ടുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ ഒരു പരിധിവരെയും എത്താറുണ്ട്.
നമ്മൾ തൊടുന്ന എല്ലാ 100% സക്സസ് ഒന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല. കാരണം നമ്മൾക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിറ്റക്റ്റീവ് ഏജൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്നത് പോലെ നമ്മൾക്കൊരു സൂപ്പർ നാച്ചുറൽ പവറോ കാര്യങ്ങളൊന്നുമല്ല. അവിടെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എഫേർട്ടാണ്. ഇതുവരെ എത്ര കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും? അതൊരു നമ്പറായിട്ട് നമ്മളത് അങ്ങനെ കണക്കിടാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കേസ് അറ്റൻഡ് ചെയ്ത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ അതെന്തായെന്ന് നമ്മൾ അന്വേഷിക്കില്ല. പിന്നെ ഇല്ല, നമ്മളത് അതിൻ്റേതായിട്ടുള്ള എത്തിക്സിലെ പോകുള്ളൂ. അത് നമ്മളുടെ സ്റ്റാഫിനോടും പറയുന്നൊരു കാര്യമാണ്. അവർക്ക് പിന്നീട് അതെന്തായി നമ്മളത് അവിടെ കട്ട് ചെയ്യുക. ആ ക്ലയൻറ്റുമായിട്ട് നമ്മൾ എത്ര നമ്മൾക്ക് കോണ്ടാക്ട്സിൽ വെക്കാൻ പറ്റുന്ന ക്ലയൻസ് ആണെങ്കിലും, എത്ര നമ്മൾക്ക് വരുന്നതിലും മെജോറിറ്റി ക്ലയൻസും അത്രയും ഹൈ പ്രൊഫൈലുള്ളതായിരിക്കും. നമ്മൾക്ക് നാളെ ഒരു ആവശ്യം വന്നാലും അതുപോലെ ക്ലയൻസ് പറയാറുമുണ്ട്, നമ്മളെ സിസ്റ്ററിനെ പോലെ കാണുന്ന അല്ലെങ്കിൽ മോളെ പോലെ കാണുന്ന എന്നൊക്കെ പറഞ്ഞ് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ പറയുമെങ്കിലും നമ്മൾ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും വെക്കില്ല. നമ്മളവിടെ കട്ട് ചെയ്യുക, ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്യും നമ്മൾ. പിന്നെ അവർക്ക് നാളെ എന്തെങ്കിലും നമ്മളെ കൊണ്ടൊരാവശ്യം വരുവാണെങ്കിൽ നമ്മൾ ആ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നല്ലാതെ നമ്മളങ്ങനെ അത് അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാറില്ല. ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേരുടെ ലൈഫ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ, അതുപോലെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ സേവനം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.